ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആരി വർക്കിലത്തെ എൻഡ് നോട്ടാണ്. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ചെയിൻ സ്റ്റിച്ചിന് എൻഡ് നോട്ട് ഇടാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻഡ് നോട്ടാണ് പറയുന്നത്. അതിന് മുമ്പിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇത് ഒരു ആരി വർക്ക് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ പോയി പഠിക്കുന്ന ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ചുരിദാർ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ പുറത്ത് എൻ്റെ ഓഫ്ലൈനായിട്ട് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാം. അപ്പോൾ അത് കണക്കായിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ പോകുന്ന അതേപോലെ തന്നെ പോകാൻ പറ്റും. കൂടുതൽ സാധനങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒരു ചെയിൻ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് സെറി ത്രെഡ്, സിൽക്ക് ത്രെഡ്, നോർമൽ ത്രെഡ്, പിന്നെ ആരി നീഡിൽ, വൈറ്റ് പെൻസിൽ, അങ്ങനത്തെ കുറച്ച് ഷുഗർ ബീഡ്, എന്തെങ്കിലും ഷുഗർ ബീഡ് വാങ്ങിക്കോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ അന്നേരം വാങ്ങാം. എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങി വെച്ചിട്ട് ചിലപ്പോൾ കൂടുതൽ എക്സ്പെൻസ് ആകും. നിങ്ങളെപ്പോഴും ടൗണിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയാൽ മതി. ഇപ്പോൾ ഫുള്ളായിട്ടൊന്നും ഒരുമിച്ച് വാങ്ങണമെന്നില്ല. വാങ്ങുന്നവർക്ക് വാങ്ങാം, ഇല്ലാത്തവർക്ക് കുറച്ച് കുറച്ചായിട്ട് വാങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറയുന്നതാണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ എൻഡ് നോട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എൻഡ് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. സെറി ത്രെഡിലല്ലേ നമ്മളിപ്പോൾ ഇത്ര ചെയ്ത്, അതുകൊണ്ട് സെറി ത്രെഡ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾ ഏത് നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ പഠിക്കുക. ഒരു ലൈന് വരച്ച് വൈറ്റ് പെൻസിൽ എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു 2-3 ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ഭാഗം അടയാളപ്പെടുത്തിയത്. ആ 3 ഭാഗത്തും നമുക്ക് നോട്ട് വരണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് 2-3 സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിൻ്റെ സ്ഥലത്തെത്തും. എന്നിട്ട് മെല്ലെ ലാസ്റ്റ് നമുക്ക് എവിടെയാണോ നോട്ട് കൊടുക്കേണ്ടത് അവിടുത്തെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് കുറച്ച് വലുതായിട്ട് എടുത്തതിന് ശേഷം ആ വലിയ സ്റ്റിച്ചിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. വലുതാക്കി എടുത്തില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇട്ടിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഇപ്പം നമ്മൾക്ക് 2 സ്റ്റിച്ച് കിട്ടി. അപ്പോൾ രണ്ടാമത് കിട്ടിയത് സ്റ്റിച്ച് ആദ്യം കിട്ടിയതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ക്രോസ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് രണ്ടും ഒന്ന് ക്രോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടിയിൽ നമ്മൾ കൈ വെച്ച ഭാഗമില്ലേ, നമ്മൾ ത്രെഡുള്ള ഭാഗം, അവിടെ നിന്ന് ഒന്ന് വലിക്കുക. നമ്മൾ ഭാഗത്തുനിന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് നോട്ടായിട്ട് മാറും. അത്രയേ ഉള്ളൂ. വേറൊരു സിമ്പിൾ പരിപാടിയാണ്. ആദ്യത്തെ ഒന്ന് രണ്ടാമത്തെ ഒന്നിൻ്റെ അകത്ത് ക്രോസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് വലിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ആദ്യം ഇടുമ്പോൾ കുറച്ച് വലുതായിട്ട് മുകളിൽ വേറെ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കുഴപ്പമാക്കണ്ട, അതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത സ്റ്റിച്ച് തുടങ്ങാം. പിന്നെ നമ്മൾ നോട്ട് കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ചെറിയ സ്റ്റിച്ചൊന്നും വരാണ്ട് ക്ലോത്തിൻ്റെ അടുപ്പിച്ചിട്ട് തന്നെ സ്റ്റിച്ച് വരും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അങ്ങ് വന്നോളൂ. ഇപ്പോൾ അതൊന്നും കൂടെ കാണിച്ചു തരാം. ഒരു സ്റ്റിച്ച് എടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു സ്റ്റിച്ചും കൂടി എടുത്ത് ആദ്യം എടുത്തതിന് രണ്ടാമത് എടുത്തതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒന്ന് വെച്ച് മുകളിൽ അത്രയേ ഉള്ളൂ പരിപാടി. ഒന്ന് ക്രോസ് ചെയ്തിട്ട് വെക്കുക. നീഡിൽ എടുക്കാൻ പാടില്ല, നീഡിൽ പുറത്ത് എടുക്കാണ്ട് തന്നെ അവിടെ തന്നെ വെച്ച് അടിയിൽ നിന്ന് വലിക്കുക.
ഒന്നും കൂടെ ഫൈനലായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് ലാസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് അതിന് മുകളിൽ ഏറ്റവും വലുതായിട്ട് ഒന്നെടുത്ത്, അധികം വലുതാക്കിയാൽ നമുക്കിങ്ങനെ കുറച്ച് ഭാഗം മുകളിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ അതൊന്നും കുഴപ്പമാക്കണ്ട. അതിന് ശേഷം ആ വലുതിൻ്റെ ഉള്ളിലോട്ട് ഒരു ചെറിയ സ്റ്റിച്ച്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുക. മനസ്സിലായോ? ആ ചെറിയ സ്റ്റിച്ച് പുറത്തെടുത്തിട്ട് ആദ്യം എടുത്ത സ്റ്റിച്ചിനെ അതിൻ്റെ ഉള്ളിലേക്ക്, ആ രണ്ടാമതെടുത്തതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ക്രോസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് വലിക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അടിയിൽ നിന്ന് വലിച്ചാൽ മാത്രം മതി. മുകളിൽ പിന്നെ ഒന്നും ചെയ്യാൻ പണിയില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ